ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ തന്നെ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ത് പണിയാണോ കാണിച്ചതെന്ന് അഞ്ജുവിനോട് എല്ലാവരും ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നെയും വിവേകേട്ടനെയും പറഞ്ഞു വിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ആർച്ചയെ തിരിച്ചു കൊണ്ടുവരാനാണെന്നുള്ളത്. എടോ, എന്ത് ചെയ്യാനാ, കുട്ടിക്ക് നല്ല പനി, വർഷ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. മാത്രമല്ല, കുട്ടിക്ക് അസുഖം മാറുകയല്ലേ വലുതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടിയും കൊണ്ട് തിരിച്ചു വരാതെ നിന്നാൽ മതിയായിരുന്നു എന്ന് അഭി എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ, രാഹുലിൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും കറങ്ങാൻ കിട്ടിയ ഒരു അവസരമല്ലേ, ഞങ്ങൾ പോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശിവ പറയുന്നുണ്ട് ഞാനും ഒരു ഷോപ്പിംഗ് നടത്തട്ടെ, എന്തായാലും ഞാനൊരു ചിക്കൻ്റെ ഒരു ഐറ്റം കഴിക്കട്ടെ എന്ന് അഭിയും പറയുന്നുണ്ട്. ആ, താൻ കഴിച്ചോ, ഒറ്റയ്ക്കിരുന്ന് കഴിച്ചിട്ട് പോന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവർ എല്ലാവരും പല വഴിക്കായിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പോവാണ്. ആ സമയത്ത് അഞ്ജു രാഹുലും കൂടി ഒരുമിച്ച് തന്നെ തൻ്റെ ഷോപ്പിംഗ് നടത്തുന്നു. പെട്ടെന്ന് ആ ഷോപ്പിംഗ് മാളിൽ നമ്മുടെ ശ്രീനാഥും വരുന്നുണ്ട് കേട്ടോ. ശിവയെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ശ്രീയുടെ മുന്നിൽ ശിവ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അയ്യോ, അതാ ശിവയല്ലേ, എം ജി കെ മീഡിയയിലെ. ആ സമയത്ത് ശിവയെ ഫോളോ ചെയ്തിട്ട് ശ്രീനാഥ് പുറകെ പോകുന്നുണ്ട്. പെട്ടെന്ന് ഈ ഫോളോ ചെയ്യുന്നത് കണ്ടപ്പോൾ ശ്രീയെ ശ്രദ്ധിക്കുന്ന അഭി കാര്യം മനസ്സിലായി. ശിവയാണ് ഇയാൾ ഫോളോ ചെയ്യുന്നത്, കാണാൻ പാടില്ല, സംസാരിക്കാനും പാടില്ല, അത് തടയണം. പെട്ടെന്ന് ശ്രീ എന്ന് വിളിച്ചിട്ട് അടുത്തേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ എന്താ ശ്രീ എന്ന് ചോദിക്കുമ്പോൾ ആ ശിവനന്ദയെ ഞാനിവിടെ കണ്ടു, അവളെ തിരഞ്ഞുകൊണ്ട് നടക്കുവാണ്. പിന്നെ എനിക്ക് മൊബൈൽ കടയിലൊന്നും ഒരു GPay വർക്ക് ചെയ്യുന്നില്ല, ഇന്ന് പൈസ ഒന്ന് പേ ചെയ്യുമോ എന്ന് ചോദിക്കുന്നു കേട്ടോ. അതിനെന്താ വക്കീലേ, ചെയ്യാമല്ലോ. പക്ഷേ ആ പെൺകുട്ടി അതൊക്കെ നമുക്ക് ഇവിടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നു കേട്ടോ. പിന്നീട് അഭിയാണെങ്കിലോ ശിവയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലണം, വിവേകേട്ടൻ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. താൻ പോയി അഞ്ജുവിനെ കൂട്ടിയിട്ട് അവിടേക്ക് വാ, ഫ്രണ്ടിലേക്ക് വായോ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അങ്ങനെ ശിവയും അഞ്ജുവിനെ വിളിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തന്നെ തൻ്റെ ഫ്രണ്ട് ഇവിടെ ബില്ല് പേ ചെയ്തിട്ടുണ്ടല്ലോ, അയ്യോ അവൾമാർ അതൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ അറിഞ്ഞില്ലല്ലോ ശ്രീയേട്ടാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മൂന്നു. അഭിയുമായിട്ട് സംസാരിക്കുന്ന സ്ത്രീയെ എവിടെയോ കണ്ട പരിചയം തോന്നുന്നുണ്ട് രാഹുലിന്. ശേഷം അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ അഭി പറയുന്നത് അതെൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അഭി പെട്ടെന്ന് രക്ഷപ്പെടുന്നു. ബ്രോയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. ഞാനിവിടെ ഫുഡ് ACV വർക്ക് ചെയ്യാണ് മാനേജറായിട്ടെന്ന് പറയുന്നു. ഓ, പഴയ മാനേജർ എൻ്റെ ഫ്രണ്ടായിരുന്നു മൃദുൽ, എനിക്ക് മൃദുലിനെ പരിചയമില്ല എന്ന് പറയുന്നു. അതിന് മുന്നേ ഞാനായിരുന്നു ഓഫീസിലെന്ന് പറയുന്നുണ്ട്. അതായിരിക്കും എവിടെയോ കണ്ട പരിചയം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ബിസിയാണ്, കുറച്ച് സ്ഥലമൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് ശ്രീ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ശിവയെ അന്വേഷിക്കുകയാണ്. പെട്ടെന്ന് രാഹുലിന് എന്തോ ഒരു സംശയം പോലെ തോന്നുന്നുണ്ട്. പിന്നീടാണെങ്കിലോ മോളെയും കൂട്ടിക്കൊണ്ട് വിവേകും അതുപോലെ തന്നെ വർഷയും കൂടി വീട്ടിലേക്ക് വരുന്നു. തനി കുട്ടിയെ ഒരുപാട് ദിവസം ഇവിടെ നിർത്താൻ മമ്മി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ. മമ്മിയെ ഞാൻ കുറച്ച് ദിവസത്തിന് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തൻ്റെ ഫ്രണ്ട്സ് ഇത് അംഗീകരിക്കുമോ, അവരെ അംഗീകരിപ്പിക്കാൻ വീട്ടിൽ അഞ്ജുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ. എന്തായാലും നോക്കാം, താൻ ടെൻഷൻ ആവേണ്ട, പോവാം നമുക്ക് അകത്തേക്ക് എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് വസുന്ധരയും അതുപോലെ തന്നെ ധനപാലനും കൂടി സംസാരിച്ചിരിക്കേണ്ട വിവേകിൻ്റെ കാര്യം. എന്തായി, ആ കുട്ടിയെ കൊണ്ട് ഇവിടെ നിർത്താനാണോ വർഷയുടെ ആഗ്രഹം? അപ്പോഴത്തേനും ആ കുട്ടിക്ക് വയ്യാത്തതാണ്, ആ കുട്ടിയുടെ അസുഖം മാറിയിട്ട് കൊണ്ടുപോയി. എന്തായാലും എൻഗേജിൻ്റെ മുന്നേ വേണം ആ കുട്ടിയെ കൊണ്ടുപോയി ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടക്കണമെങ്കിൽ ആ കുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ഓർഫണേജിൽ കൊണ്ടുപോയി ആക്കുകയും വേണമെന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം ഒരിക്കലും തന്നെ നിങ്ങളുടെ നിശ്ചയം നടത്തില്ല, അത് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് വസുന്ധരയെ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ വർഷയാണെങ്കിൽ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വളരെയധികം കഥകളൊക്കെ പറഞ്ഞിട്ടാണ് മോൾക്ക് ഫുഡ് കൊടുക്കുന്നത്. പെട്ടെന്ന് ശിവ വന്നിട്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ വിവേകേട്ടൻ എന്തൊക്കെയോ പറഞ്ഞത്, വിവേകേട്ടൻ വേഗം വരാൻ പറഞ്ഞു അബിയുടെ ഫോണിൽ വിളിച്ചിട്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എന്ത് പ്രശ്നമാണോ? ഒരു പ്രശ്നവുമില്ലല്ലോ, പിന്നെ എന്താ അങ്ങനെ പറഞ്ഞത്? പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻ്റായിട്ട് നമ്മളവിടെ നിന്ന് ഇറക്കി വിട്ടോ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ? ഇവിടെ ഒരു പ്രശ്നമില്ല. ആൻറ്റിയെ വിവേക് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസം ഈ കുട്ടിയെ ഇവിടെ നിർത്താനും പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് പ്രശ്നം? ഇപ്പം ഇവളല്ലേ പറഞ്ഞത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, താൻ കള്ളം പറയുകയാണ്, ഇവിടെ പ്രശ്നമില്ല എന്നാണ് വർഷ പറയുന്നത്. വിവേകേട്ടൻ വിളിച്ച് പറഞ്ഞതാണെന്ന് പറയുന്നു. വിവേക് അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുമ്പോൾ തൻ്റെ ഫോണൊന്ന് കാണിച്ചെന്ന് പറയുന്നുണ്ട് അഞ്ജു. എൻ്റെ ഫോൺ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കില്ല എന്നും അഭി പറയുന്നുണ്ട് കേട്ടോ. ശേഷം വിവേക് വരുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നു. കണ്ടോ, ഇപ്പോൾ മനസ്സിലായി, ഒരു പ്രശ്നം ഇല്ലാതെ നിങ്ങളെല്ലാവരും പറഞ്ഞു, പക്ഷേ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മമ്മി കുറച്ച് കലിപ്പിലാണ്. കുഞ്ഞിനെ എൻഗേജ്മെൻറ്റിൻ്റെ മുന്നേ കൊണ്ടുപോയി ആക്കിയില്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് നടക്കില്ല എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനൊന്നും നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും കൂടി സംസാരിക്കുന്നു. പിന്നീട് വർഷയാണെങ്കിലോ തൻ്റെ അനിയത്തിയുടെ പോലെ തന്നെ ഈ കുട്ടിയെ കാണുമ്പോൾ വിഷമത്തോടു കൂടി ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അഞ്ചു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. തൻ്റെ അഭിപ്രായം എന്താടോ, താനും ഇങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത്, ആച്ചമോളെ ഓർഫണേജിലാക്കണമെന്ന്? ഒറ്റപ്പെട്ടതിൻ്റെ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അനിയത്തിയും അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ടു. പിന്നെ ശ്രീയേട്ടനും ഒറ്റപ്പെടൽ എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കി. ആ ഒരു രീതിയിലല്ലേ ആർച്ചമോളും കടന്നു പോകുന്നത്. അവളെ നമ്മളല്ലേ മനസ്സിലാക്കേണ്ടത്. ഹോസ്പിറ്റലിൽ വെച്ച് തനിക്ക് അവളോട് സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തൻ്റെ അഭിപ്രായം എന്താ? നമുക്ക് ഈ മോളെ ഇവിടെ തന്നെ നിർത്തിയാലോ, ഇവിടെ തന്നെ വളർത്തിയാലോ? അവളുടെ അച്ഛൻ തിരിച്ച് വരുമ്പോൾ അവൾക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് നടക്കും തോന്നുന്നുണ്ടോ? ആൻറ്റി സമ്മതിക്കില്ല. ഒരു പക്ഷേ അങ്കിളും സമ്മതിക്കും തോന്നുന്നില്ല. വിവേകിന് ഒരു പരിധി ഇല്ലടോ, താൻ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നു. അയാളെങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടോ. അതുതന്നെയാണ് എല്ലാവരും ഒറ്റപ്പെട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് 5 വർഷേ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചിരുന്ന എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.